യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇന്ന് പകലിൽ അല്പ സമയത്തെ വചന ധ്യാനത്തിന് 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം വായിച്ചാട്ടെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ചോദ്യമാണ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. തിരുവചനം ദൈവവചനം നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ട്. എത്രത്തോളം ആ വചനത്തിൻ്റെതായ ശക്തിയോടെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ വസ്തുത. ഇന്ന് ദൈവജനത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇന്നേക്ക് ചില വർഷങ്ങൾ പുറകിലേക്കൊന്ന് പോയാൽ പഠിപ്പിൽ കുറഞ്ഞതായ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. വേണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു പരിധിവരെ പഠിപ്പിൽ സമ്പന്നരല്ലായിരുന്നു. വേണ്ടതുപോലെ ദൈവവചനം വായിക്കുവാൻ അവർക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ അവർ കേൾക്കുന്ന വചനം മുറുകെ പിടിക്കുന്നവരായിരുന്നു. സ്തോത്രം. മാത്രവുമല്ല, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്ന് തിരക്കോടുകൂടെ ആളുകൾ ഓടുകയാണ്. എവിടേക്ക് ഓടുന്നതെന്ന് എനിക്കറിയാൻ വയ്യ, ഓടുകയാണ്. സ്തോത്രം. അന്നത്തെ ആളുകൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവർ ദൈവസന്നിധിയിൽ മുട്ടുമുടക്കുമായിരുന്നു. ഇന്ന് പ്രയാസമുണ്ടായാൽ ഓടുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അന്ന് പണമില്ലായിരുന്നു. അത് കാരണം കൊണ്ട് അവര് പാടി, ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ. ഇന്ന് അതല്ല, ഇന്ന് മറ്റൊരു രീതിയാണ്. ഇന്ന് അതിനു വേണ്ടി പല വഴികൾ ലോകർ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര ലക്ഷം ഇൻഷുറൻസ് വേണം? 1 ലക്ഷം വേണോ? 5 ലക്ഷം വേണോ? 10 വേണോ? 15 വേണോ? ആരുടെയൊക്കെ പേര് കൊടുക്കുന്നോ അവർക്കെല്ലാവർക്കും ഇൻഷുറൻസിന്റെ കവറേജ് ഉണ്ട്. ഒരു വർഷം 10 ലക്ഷം രൂപ വരെ ചെലവാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കും. അപ്പൊ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വർഷത്തിലുള്ള ഗഡുവ് എന്ത് ചെയ്താൽ മതി? അടച്ചാൽ മതി. അത് 15,000 ആകാം, 20,000 ആകാം, ഒരുപക്ഷെ 30 ആകാം, 40 ആകാം, 45 ആകാം, ചിലപ്പോൾ 50 അതിൽ കൂടുതലുണ്ട്. അപ്പൊ അതങ്ങ് അടച്ചാൽ മതി. അത് അടച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്. തിരക്കാണവർ. പ്രാർത്ഥനയ്ക്ക് അവർക്ക് സമയമില്ല. ദൈവവചനം വായിക്കുവാനും സമയമില്ല. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനായി തന്നെ. ദൈവവചനം വായിക്കുവാൻ തുടങ്ങിയാൽ വചനം എന്ത് ചെയ്യും?
നമ്മോട് സംസാരിക്കും. നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനത്തെ മാറ്റി നിർത്തി മറികടന്നു പോകാൻ കഴിയില്ല. ഇന്ന് റോഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ചിലയിടങ്ങളിൽ ഒരു ഹമ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അവിടെ വണ്ടി സ്ലോ ആക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പതുക്കെ മൂവ് ചെയ്യണം. എന്താ അതിന്റെ കാരണം? മുൻപിൽ അപകടമുണ്ട്. സ്തോത്രം. ഇനി അതൊന്നും എനിക്ക് വിഷയമല്ലെന്നും പറഞ്ഞ് അങ്ങ് ഓടിച്ചു പോയാലോ? കുഴപ്പമൊന്നുമില്ല, വണ്ടി ചിലപ്പോൾ തലകുത്തി എന്ത് ചെയ്യും? മറയുമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നിർമ്മലത പാലിക്കുവാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആമേൻ. അല്പമായ വിശദീകരണത്തിലേക്ക് നമുക്ക് ഈ വചനത്തിലൂടെ യാത്ര ചെയ്യാം. 19-ാം സങ്കീർത്തനത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ഒന്ന് വായിച്ചേ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അത്ഭുതത്തെ ന്യായമാകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. യഹോവയുടെ ന്യായപ്രമാണം എന്താണ്? തികവുള്ളതാണ്. അതിലെന്തില്ല? കുറവുകൾ ഇല്ല. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തെ മുഴുവനായി അർത്ഥമാക്കുന്ന ഒന്നാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് പ്രാണനെ എന്ത് ചെയ്യും? തണുപ്പിക്കും. സ്തോത്രം. ദൈവവചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് ഇടപെടും എന്നുള്ളതൊരു സത്യമാണ്. എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നത് വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു കാര്യം പിടികിട്ടി, എനിക്ക് ഈ ദൈവമായിട്ടൊരു ബന്ധമില്ലെന്ന്. പേരിന് ഞാൻ ആരായിരുന്നു? നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം പറയുന്നത്. യഥാർത്ഥമായി മാനസാന്തരപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ആ വ്യക്തിയുടെ കാര്യം പറയണേ. അന്ന് പാസ്റ്റർ അല്ല, അന്ന് സണ്ണി ആയിരുന്നു. ആ സണ്ണിയുടെ കാര്യം പറയുന്നേ. പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കാര്യമല്ല. സഭയ്ക്കകത്ത് സ്ഥാനവും മാനവും ഉണ്ടായിരുന്നു കേട്ടോ. ആളുകൾക്കൊക്കെ വലിയ പ്രിയമായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്തല്ലായിരുന്നു? ദൈവമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു. വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, എനിക്ക് ഈ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ വാവിട്ട് നിലവിളിച്ച സന്ദർഭങ്ങളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകാൻ ഏകദേശം 1/4 മണിക്കൂർ സമയമുണ്ട്. അപ്പം അന്ന് ഞാൻ ഓടിച്ചിരുന്ന വാഹനത്തിൽ ഡാർക്കായിട്ടുള്ള കൂൾ ഫിലിം ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പം അതിനകത്തിരുന്ന് എന്ത് പണിതാലും എന്ത് ചെയ്യില്ല, പുറമെ ആരും കാണില്ല. അങ്ങനെ മുൻപോട്ട് പോയിരുന്ന സമയങ്ങളിൽ അതിനകത്തിരുന്ന് വാഹനം ഓടിച്ചു പോകുമ്പോൾ ചില വചനങ്ങൾ ഇടപെടുമ്പോൾ വാവിട്ട് നിലവിളിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. അപ്പോൾ എന്നെ തന്നെ ക്രമീകരിക്കുവാൻ ദൈവവചനത്തിലൂടെ ആ ക്രമീകരണത്തിന് വിധേയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വചനം വായിക്കുവാൻ തുടങ്ങിയാൽ അത് മത്സരത്തിന് വേണ്ടി വായിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ വചനത്തിലൂടെ എന്നോട് ഇടപെടണം എന്ന് പറഞ്ഞു വായിച്ചാൽ തീർച്ചയായും ദൈവം നമ്മോട് ഇടപെടും, വചനത്തിലൂടെ ഇടപെടും. സ്തോത്രം. ആമേൻ. അങ്ങനെ ഇടപെടുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ നമ്മൾ എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. ഒരു അനുതാപത്തിന്റെ കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വരുവാൻ തുടങ്ങും. സ്തോത്രം. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ചേർത്ത് 1 യോഹന്നാന്റെ ലേഖനം
5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിന് വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് തന്നെ. ഇവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ചില സത്യങ്ങൾ ഈ തിരുവചന ഭാഗങ്ങളിൽ വരച്ചു കാട്ടുന്നുണ്ട്. 1-ാം അധ്യായം മുതൽ തന്നെ യോഹന്നാൻ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അത് ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. അങ്ങനെ അവന്റെ ആ സാക്ഷ്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറയുന്നത് കാണാം. എന്നിട്ട് പറയാണ്, നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച നാളുകൾ, സ്നാനത്തിന്റെ സമയത്ത് സ്നാനമേറ്റ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുന്ന ഒരു സാക്ഷ്യം കേൾക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറിയയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അന്നായിരിക്കണം അവളുടെ ഹൃദയത്തിന് ഒരു തണുപ്പുണ്ടായത്. കാരണം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ആർക്കറിയില്ല, ലോകർക്കറിയില്ല. യോസഫിനറിയാം, മറിയയ്ക്കും അറിയാം. സ്നാനപ്പെടുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കുന്നത് യോസഫ് ഒരു പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ വേർപെട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം യോസഫിനെ കുറിച്ച് പിന്നെ ഒരനക്കവും ഇല്ല, ഒരനക്കവും കാണുന്നില്ല. സ്നാനപ്പെടുന്ന സമയത്തും അമ്മ മാത്രമേ എവിടെയുള്ളൂ, യോസഫ് ഇല്ല. പക്ഷേ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ അന്ന് വരെ പേറിക്കൊണ്ട് നടന്നതായ ആ ഹൃദയവേദന ആ സ്നാനക്കടവിൽ ഇറങ്ങിപ്പോയി കാണും. അനേകർ അവളെ കുറിച്ച് പറഞ്ഞു കാണും, ഇവളൊരു മോശമായ വ്യക്തിത്വമാണ്. സ്തോത്രം. അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും. അതിനൊരു വിരാമം വന്ന ദിനമാണ് സ്നാനക്കടവ്. 33.5 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 30-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തു സ്നാനത്തിന് വേണ്ടി യോഹന്നാന്റെ കൈക്കീഴിൽ കടന്നു വരുന്നത്. സ്തോത്രം. ഈ 5-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ ലേഖനം 5-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ തിരുവചന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ ബിസോറിനായിട്ട് സംസാരിച്ചപ്പോൾ ഈ വചനഭാഗം എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുവാനിടയായി. ദൈവത്തെ ഒരുവൻ സ്നേഹിക്കുന്നു എങ്കിൽ എന്തുണ്ടായേ പറ്റൂ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരസ്പരം സ്നേഹമുള്ളവരായി മാറും. പരസ്പരം സ്നേഹമുള്ളവരായി മാറും. എന്നാൽ ലോകർ സ്നേഹിക്കുന്നത് അങ്ങനെയല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യം നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിച്ചേ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സൗന്ദര്യം നോക്കിയല്ല, നമ്മുടെ കുടുംബ മഹിമ നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിച്ചേ.
അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കായികമായോ ഏതെങ്കിലും വസ്തുത നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് നിർമ്മലമാണ്. ദൈവവചനം കേട്ടു, വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ ചോദ്യം ചെയ്യാതെ അന്ന് വരെയുള്ള നമ്മുടെ കുറവുകളെ ഒന്നും കണക്കിടാതെ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് ഉടമയായ വ്യക്തി അവിടെ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം തന്റെ അരുമ ശിഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതാണ് ഇന്ന് ഇല്ലാതെ പോയിട്ടുള്ളത്. തമ്മിൽ സ്നേഹിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാക്കി സ്നേഹം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് പലപ്പോഴും ശത്രുവായവൻ പല നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭകളിൽ പ്രവർത്തിക്കുന്നു. വാസ്തവം പറഞ്ഞാല് ഞാനൊരു IPC കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് കൃപയാൽ. എന്നാൽ IPC സഭയുമായി നിലകൊള്ളുമ്പോൾ തന്നെ ആ സംഘടനയിൽ നടക്കുന്ന വിഷയവുമായിട്ട് എനിക്ക് എന്തില്ല? യോജിപ്പില്ല. സ്തോത്രം. ഞാൻ കൂട്ടായ്മയായി നിലകൊള്ളുന്നത് IPCയിലാണ്, സത്യമാണ്. പക്ഷേ ആ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിങ്ങളായിരിക്കുന്ന നിങ്ങളെ വേദപുസ്തകം പറയുന്ന വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യണം? ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠരായി എന്ത് ചെയ്യണം? സ്തോത്രം. എണ്ണണം. അങ്ങനെ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിഷയം ഉണ്ടാകുമോ? പിന്നെ ഈ കുനിട്ടുണ്ടാകുമോ? ഗ്രൂപ്പ് ഉണ്ടാകുമോ? എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. പക്ഷെ അതില്ലാത്തതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ മൂല കാരണം. അപ്പോൾ യോഹന്നാൻ പറയുന്ന ആ വാക്കുകൾ ഇന്ന് പകൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വളരെ കൃത്യതയോടുകൂടിയാണ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആരിൽ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന് രണ്ട് അവകാശമാണ്. ഒന്ന് ഈ ഭൂമിയിലെ അവകാശം, മറ്റൊന്ന് നിത്യതയുടെ അവകാശം. നിത്യതയുടെ അവകാശം പ്രാപിച്ചതായ ദൈവമക്കളായി തീർന്ന ഒരു വ്യക്തി ആരെ സ്നേഹിക്കണം? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്തുണ്ടാകും? അവനിൽ നിന്ന് ജനിച്ചവനെ എന്ന് പറഞ്ഞാൽ തമ്മിൽ ദൈവമക്കളുമായി എന്തുണ്ടാകും? സ്നേഹമുണ്ടാകും. അവിടെ എന്തുണ്ടാകില്ല? കുനിട്ട് കാണില്ല, കുന്നായ്മ കാണില്ല, പക്ഷം കാണില്ല, ഇതൊന്നും അവിടെ കാണില്ല. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പോകണം. അപ്പോസ്തല പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെല്ലാം ഏക മനസ്സുള്ളവരായിരുന്നു.
10 പേരുണ്ടെങ്കിൽ 10ഉം ഒരേ മനസ്സിനുടമകളായിരുന്നു. അവരൊരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് ഒരുമനപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ പാവയ്ക്ക പിരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ആ വളവിനകത്തൊക്കെ പുഴു കാണും. എന്നിട്ട് അത് അകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു വരുന്ന ചിന്തയാണല്ലോ, പരിശുദ്ധ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ, പരിശുദ്ധ ആത്മാവുള്ള ഒരു വ്യക്തി ഗ്രൂപ്പിസം കളിക്കാൻ പോകില്ല. പരിശുദ്ധ ആത്മാവുള്ള വ്യക്തി മറ്റൊരുത്തിന് എതിരെ ഒരു പണി നടത്താൻ പോകില്ല. പോകാൻ പറ്റില്ല. നിസാരം എന്ന് പറയുന്ന ഒരു നുണ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. നുണ പറഞ്ഞു പോകാൻ കഴിയില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഒരാള് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് നുണയെ പറഞ്ഞെന്ന് എനിക്കറിയാം. അങ്ങനെ പരിശുദ്ധ ആത്മാവ്, യഥാർത്ഥ ആത്മാവ് അകത്തുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വചനം പറയുന്നത് പറഞ്ഞ് എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ദൈവവചനം പറയുന്ന വ്യവസ്ഥകൾ പ്രമാണിക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ബാക്കി പറ, അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമൂലമായൊരു മാറ്റം സ്വഭാവത്തിൽ ഉണ്ടാകും. അതുണ്ടായേ പറ്റൂ. അതാണ് നിർമ്മലമായ വചനത്തിന്റെ പ്രത്യേകത. പക്ഷെ അത് ഇന്ന് ഈ കാലത്തിൽ അതുണ്ടോ? മറ്റുള്ളവരിൽ ഇല്ലെങ്കിൽ നമ്മിൽ എന്തുണ്ടാകാം? ഉണ്ടാക്കണം. വചനത്തോട് ചേർന്ന് നിൽക്കണം. ഒരു പാട്ട് ഇങ്ങനെയുണ്ട്, കക്ഷിത്വം ഇടിച്ചു കളക, സ്നേഹത്താൽ ഒന്നിക്ക, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കക്ഷിത്വം ഇടിച്ചു കളയണം, കൂട്ടി ഇടിക്കും. സ്തോത്രം. ഇടിച്ചു കളയണമെന്നാണ് വചനം പറയുന്നത്, പാട്ടുകാരൻ പാടി വെച്ചേക്കുന്നത്. പക്ഷെ ഇന്ന് കൂട്ടിടി നടക്കുക. സ്തോത്രം. പക്ഷേ അപകടമാണ്. ഞാൻ പലപ്പോഴും വേദനയോടുകൂടെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ചുരുക്കം ചിലരായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കാര്യം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരുത്തനെ അങ്ങനെ ടൈറ്റാക്കി കൊണ്ട് നടന്നാൽ കർത്താവിൻ്റെ വരവികൾ എന്ത് ചെയ്യില്ല. ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. പരിശുദ്ധ ആത്മാവിന്റെ നിറവിന്റെ അനുഭവം പ്രാപിക്കണം. അത് പ്രാപിച്ചില്ല എങ്കിലും നമ്മൾ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തമ്മിൽ സ്നേഹിച്ചേ പറ്റൂ. ഇത് വേദപുസ്തകത്തിലെ അടിസ്ഥാനമായ ഒരു മാനദണ്ഡമാണത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടത്തെ ദൈവം എന്ത് ചെയ്തത്? വിളിച്ച് വേർതിരിച്ചതിന്റെ ഉദ്ദേശം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും വളരെ സഹിഷ്ണുതയോടുകൂടെ
മുൻപോട്ട് പോകുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഉള്ളൊരു വ്യക്തിത്വമായി മാറണം. 5-ാം അധ്യായത്തിൽ തന്നെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോട് സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ എന്തല്ല? ഭാരം ഉള്ളവയല്ല. ദൈവവചനത്തോട് ചേർന്ന് പോകാൻ കഴിയാത്തതിന്റെ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ചില വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. വ്യക്തിപരമായ ഇഷ്ടങ്ങൾ വരുമ്പോഴാണ് എന്തു ചെയ്യുന്നത്? കൂട്ടിയിടി നടക്കുന്നത്. നാം ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ക്രമീകരണം ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം ദൈവിക ബന്ധത്തിൽ നമ്മെ ക്രമീകരിക്കണം. അങ്ങനെ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ചായ വേണമെന്ന് പറയുമ്പം എപ്പോഴും ചായയാണോ? എന്നാ നീ ഇടണ്ട, ഞാൻ പോയി ഇട്ടേക്കാം. വിഷയം തീർന്നേ. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി പോയാൽ ക്രിസ്തീയ ജീവിതം എന്തായിരിക്കും? സന്തോഷമായിരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണാം. ഇല്ലെങ്കിലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അടുക്കളയിൽ കിടന്ന് കുസ്തി പിടിക്കുന്നവരാ. സഹോദരന്മാർ പുറത്താണ് കുസ്തി പിടിക്കുന്നത്. അവരെന്ത് ചെയ്യണം? അടുക്കളയിലും കുസ്തി പിടിക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നിടത്തും പോയി കുസ്തി പിടിക്കണം. ഇനി മക്കളുണ്ടെങ്കിൽ മക്കളോടും കുസ്തി പിടിക്കണം. അപ്പന്മാരെന്ത് ചെയ്യില്ല? ഈ മക്കളോട് കുസ്തി പിടിക്കാനും പോകില്ല, ഒന്നിനും പോകില്ല. ഇതെല്ലാം കുസ്തി പിടിക്കണം. അപ്പൊ പണി കൂടുതൽ ആർക്കാണ്? വാസ്തവത്തിൽ നല്ലൊരു ജോലിയാണ് സഹോദരിമാർക്ക്. അവർ പണിത് എന്തെങ്കിലും കാണുമോ? രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പം പാത്രം കാലി, പിന്നെ വീണ്ടും കഴുകി, ഉച്ചയ്ക്കുള്ള ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കാലി. എന്നിട്ട് വൈകുന്നേരം ചോദിക്കുകയാണ്, നീ എന്താ പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനുണ്ടോ? നേരം വെളുത്ത് ഈ നേരം വെളുത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നീ എന്താടി നേരം വെളുത്ത് ഈ നേരം വരെ ചെയ്തേ? അപ്പൊ പിന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ കാണാം, അടുക്കളയിൽ ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, അടുക്കളയിൽ കുത്തും ചവിട്ടും കാണാം. സ്തോത്രം. പാത്രങ്ങളൊക്കെ ഇച്ചിരി തട്ടും മുട്ടുന്ന ശബ്ദം കേൾക്കാം. അതുവരെ ഇല്ലാത്ത ഇച്ചിരി അനക്കം. പാത്രങ്ങൾ വർത്താനം പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ കുറച്ചു നേരത്തെ എന്ത് ചെയ്തു? ഭർത്താവ് വർത്താനം പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് പാത്രങ്ങൾ വർത്താനം പറയുന്നത്. ഞാൻ അതിന്റെ കൂടെ ചിലപ്പോൾ പുറൂറുപ്പും കാണും. എന്നാലും ഈ മനുഷ്യനോട് എന്ത് ചെയ്തു കൊടുത്താലും അവസാനം എന്ത് ചെയ്യും? അതും കൂടെ പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്തോത്രം. അതിനിടെ ഗ്ലാസ് എങ്ങാനും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂട്ടുകയും ചെയ്യും. എന്തുവാടി നീ നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അടുത്ത് പിന്നെ വേളം നടക്കും. അനേക ഇടങ്ങളിൽ ഇങ്ങനെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ആദിമ കാലങ്ങളിൽ ഒരർത്ഥത്തിൽ കൂട്ടുകുടുംബം സന്തോഷമായിരുന്നു. ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. പക്ഷെ ഇന്ന് കൂട്ടുകുടുംബത്തിന് ആളുകൾക്ക് സ്വന്തം അപ്പനും അമ്മേനെയും കൂടെ പാർപ്പിക്കാൻ പോലും കയറി വരുന്ന പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. അവർ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് നിങ്ങളുടെ അപ്പനമ്മയ്ക്കും വെച്ചു കൊടുക്കാൻ വേണ്ടിയല്ല എന്നും പറഞ്ഞാണ് ആ ഗുസ്തി പിടിക്കുന്നത്. സ്തോത്രം. ഒരു വല്ലാത്ത കാലമാണ്. സ്നേഹം ഇല്ലാത്തതായ ഒരു കാലം. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതം വ്യത്യസ്തമാകണം. അത് ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നതാണ്. അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ
ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും, ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന് ജനിച്ച ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വേദപുസ്തകം പറയുന്ന ഒരു മാനദണ്ഡമാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നും നിലനിൽക്കുന്നതാണ്. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. സ്തോത്രം. ആ ഒരു സ്നേഹബന്ധത്തിന് ഉടമകളായി നമ്മൾ മാറണം. വളരെ പ്രാധാന്യതയുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വളരെ കൃത്യതയോടുകൂടെ ആ കാര്യങ്ങൾ പറയുവാനുള്ള കാരണം. നമ്മൾ 9-ാം വാക്യമാണല്ലോ വായിച്ചത്. അതിൽ നിന്ന് നമ്മൾ ചിന്തയോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ 11-12 വാക്യം വായിച്ച്. യോഹന്നാൻ 1 യോഹന്നാൻ 5:11-12. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന് എന്തില്ല? യഥാർത്ഥത്തിൽ മരണമില്ല. ഏത് മരണമില്ല? നിത്യമായ മരണത്തിന് ഉടമയല്ല ആര്? ദൈവ പൈതൽ. ശാരീരികമായി മരണമുണ്ട്, ഈ ശരീരത്തില് മരണമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിന് എന്തില്ല? മരണം ഇല്ല. പക്ഷെ അത് ആർക്കെ ലഭിക്കൂ? വചനമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവർക്ക് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. യഥാർത്ഥത്തിൽ മരിച്ചു കിടന്ന ആത്മാവിലേക്കാണ് പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം വന്നത്. ആ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ സാന്നിധ്യം ആത്മാവിനെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം നിങ്ങൾക്ക് ലഭിച്ചു. റോമാലേഖനത്തിൽ ലഭിക്കുമെന്നല്ല പറഞ്ഞത്, ലഭിച്ചു. എപ്പോൾ? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതെന്ത് ചെയ്യണം? ആത്മാവുമായുള്ള ബന്ധത്തിൽ ആത്മാവിനെ അനുസരിച്ച് ഈ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ആത്മസ്വഭാവം, ജഡസ്വഭാവം. ആത്മാവ് ഉയർത്തു കഴിഞ്ഞപ്പോൾ ആ ആത്മാവുമായി ദൈവാത്മാവ് സംസർഗം പുലർത്തുകയാണ്. ആദ്യം അതിന് കഴിയില്ലായിരുന്നു. ഇപ്പോൾ ആ ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മാവ് നമ്മോട് എന്ത് ചെയ്യും? സംസാരിക്കുവാൻ തുടങ്ങി. ദൈവിക ബന്ധത്തെ ഓർമ്മപ്പെടുത്തുവാൻ തുടങ്ങി. ദൈവാത്മാവുമായി ബന്ധമുള്ളത് കൊണ്ട് ആ ബന്ധത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ആരംഭിച്ചു. ആമേൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. രണ്ടാത്മാവും ഇപ്പോൾ സംസർഗമുള്ള ആത്മാവായി മാറി. എന്നാൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും ശത്രുവായവൻ ഏതെങ്കിലും വിത്ത് കൊണ്ടുവന്നിട്ടാൽ
ആത്മസാന്നിധ്യം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. തെറ്റാണെന്ന് ദൈവാത്മാവ് പറയും. അതൊരു പക്ഷേ ആത്മാവ് സ്വീകരിക്കും, ജഡം സ്വീകരിക്കില്ല. ജഡം ഉശിരി കാണിക്കും. ഞാൻ ചില പറയുന്ന കേൾക്കാലോ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ഞാൻ പറഞ്ഞത് അതാരാ? ഈ ജഡം പറയുന്നതാ. ജഡം പലപ്പോഴും കീഴ്പ്പെടാൻ ഒരുക്കമല്ലാത്തതാണ് ജഡം. ആ ജഡത്തിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതൽ മരിപ്പിക്കണം. എന്നിട്ട് അതിന്റെ താഴെ 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കതിനകത്ത് വേറെ പങ്കൊന്നുമില്ല എന്നൊരു ചിന്ത വരാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവും ദൈവാത്മാവുമായി നിരന്തരമായ ഒരു ബന്ധമുണ്ട്. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മനസാക്ഷി. പഴയ കാലങ്ങളിൽ അങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ മനസാക്ഷിക്ക് ചേർന്ന് ഞാൻ എന്ത് ചെയ്തു. മനസാക്ഷി വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവാത്മാവ് വസിക്കുന്ന ആ ഒരു ഇടമാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവാത്മാവ് പറഞ്ഞതിന് പകരം നമ്മൾ എന്ത് പറയുന്നു? ദൈവാത്മാവ് പറഞ്ഞു എന്നോട് ഇന്നത് ചെയ്യാൻ. അപ്പൊ അത് സ്വീകരിച്ചത് ആരാണ്? ആത്മാവാണ് സ്വീകരിച്ചത്. ആത്മാവാണ് നമുക്കത് ചെയ്യാനുള്ള പ്രേരണ നൽകിയത്. അങ്ങനെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിച്ചു എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമകളായാൽ തീർച്ചയായും ദൈവിക ബന്ധം, നിരന്തരമായ ആ ഒരു ബന്ധം നമ്മിൽ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി 19-ാം സങ്കീർത്തനത്തിലെ 7-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയായി ആകുന്നു. എന്നിട്ട് പറയുകയാണ്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളവയാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ ഈ വേദപുസ്തകത്തിന്റെ മുൻപിൽ ചില സമയങ്ങളിൽ ഇരുന്നാൽ ഉറക്കം വരികയല്ല, ഇത് വായിച്ച് നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കില്ല. ഒരു പ്രത്യേക സന്തോഷമാണ്, ഒരു പ്രത്യേക ആനന്ദമാണ്. അത് വായിക്കും തോറും അതിൻ്റെ മാധുര്യം കൂടി വരും. അനുസരിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഉറക്കം വരും, അടുത്ത വെച്ച് പോയി കിടന്ന് ഉറങ്ങും. ദൈവമായുള്ള ആ ബന്ധം നമ്മുടെ നിരന്തരം വർദ്ധിപ്പാനിടയാകണം. ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇന്ന് പകൽ ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിലകൊള്ളുന്നത്? വചനത്തോട് നമുക്ക് പ്രിയമുണ്ടോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമതും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് വിഷമമായി. 2 പ്രാവശ്യം മറുപടി പറഞ്ഞു. 3-ാം പ്രാവശ്യം പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നു, നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്തോത്രം. നമ്മളെ അറിയുന്നവനാണ് ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ള അവസ്ഥകളെ, നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന പ്രാണപ്രിയന്റെ കരങ്ങളിൽ ഇന്ന് പകൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കേട്ടതായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിൽ നിന്ന് ഒരുവൻ ജനിച്ചെങ്കിൽ ജനിച്ച മറ്റൊരു ദൈവവൈതലെയും സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ്. സ്തോത്രം. കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ
കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സ്തോത്രം. സ്നേഹം വെളിപ്പെടേണ്ട ഇടം പരസ്പരം മറ്റുള്ളവർ പറയണം, ആ വ്യക്തി യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാകണം. മറ്റുള്ളവർ ഒരിക്കലും നമ്മെക്കുറിച്ച് ഒരു മോശമായ വാക്കുകൾ പറയുവാൻ ഇടയാകരുത്. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകലിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ, അപ്പച്ചന്റെ അടുക്കിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. ഈ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ, ദൈവപ്രവൃത്തിക്ക് കാരണമാകട്ടെ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.